ഞങ്ങൾ അവരെ അവരതിൻ്റെ അവരുടെ ലീഗൽ അഡ്വൈസറായിരുന്നു. ലീഗൽ അഡ്വൈസർക്കെതിരെ എങ്ങനെ കേസെടുക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. അത് കോൺഗ്രസ് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയായിരുന്നു. കോൺഗ്രസ് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ലാലി വിൻസെൻറ്റിനെ എടുക്കുന്നത്. ലാലി വിൻസെൻ്റ് അവരുടെ ലീഗൽ അഡ്വൈസറാണ്. ഷീസ് എ ലോയർ, ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന വക്കീലാണ്. അവരുടെ വക്കീലായിരിക്കും. വക്കീലിനെതിരെ കേസെടുക്കുമോ? അതൊന്നും എനിക്കറിയില്ല. ചിലപ്പോൾ അടുപ്പമുണ്ടായി കാണുമെന്ന്, ഇയാളായിട്ട് അടുപ്പമുണ്ടായി കാണും. ഇയാൾ തട്ടിപ്പുകാരാണെന്ന് അറിഞ്ഞ അല്ല, അവർക്കറിയില്ലല്ലോ. ആരോപണം ഇപ്പോഴല്ലേ വന്ന് അത് നോക്കുമല്ലോ, തീർച്ചയായിട്ടും പരിശോധിക്കുമല്ലോ. നമ്മൾ ആദ്യത്തെ ഒരു പ്രൈമാഫസി ഇൻഫർമേഷനാണ് ഞാൻ പറഞ്ഞത്. അവർ ലീഗൽ അഡ്വൈസർ ആയിരുന്നു എന്നാണ് നമ്മളത് പറഞ്ഞത്. ഈ തട്ടിപ്പ് ഇപ്പോഴല്ലേ ആളുകൾ അറിയണത്. അപ്പോൾ എൻ്റെ നിയോജക മണ്ഡലത്തിൽ വരെ തട്ടിപ്പ് നടന്നിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ നടന്നിട്ടുണ്ട്. കേരളം മുഴുവൻ നടന്നിട്ടുണ്ട്. എല്ലായിടത്തും ബോർഡ് വെച്ചത് വിതരണം നടത്തുവാണ്. എൻ്റെയിലും കൊണ്ടുവന്നാണ് ഒരു എഗ്രിമെൻറ്റ് വെക്കണമെന്നും പറഞ്ഞുകൊണ്ട്. എൻ്റെ ഭാഗ്യത്തിന് എഗ്രിമെൻറ്റ് വെച്ചില്ല. അവർ സമീപിച്ചിരുന്നു. അല്ല, NGO ഇത് പല സംഘടനകൾ സമീപിക്കുമല്ലോ. പല സംഘടനകൾ സമീപിക്കുമല്ലോ. ഇതിങ്ങനെ ഒന്ന് ചെയ്തു കൊടുക്കണം. അപ്പോൾ MLA മുൻകൈ എടുക്കണം, മണ്ഡലത്തിൽ ചെയ്യണം. എല്ലാ MLA മാരെയും അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. പല സ്ഥലത്തും പല MLA മാരെയും. അപ്പോൾ പകുതി വിലയ്ക്ക് സാധനം കിട്ടുമല്ലേ. ഈ പൈസ പകുതി അടയ്ക്കും, പകുതി CSR കിട്ടി ഇത് കൊടുക്കുമെന്ന് കുറേ സ്ഥലത്ത് കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ റൗണ്ട് കൊടുക്കുമ്പോൾ വിശ്വാസ്യത കൂടും. അപ്പോഴല്ലേ രണ്ടാമത് ആളുകൾ പോകുന്നത്. എത്ര BJP നേതാക്കന്മാരുടെ പടം വെച്ചുകൊണ്ട് എന്തോരം ബോർഡായിരുന്നു എറണാകുളത്തൊക്കെ വെച്ചിരുന്നു. ഇഷ്ടം പോലെ. അവരെ ആരെയും പറ്റി അന്വേഷിക്കണമല്ലോ പോലീസ്. അവരുടെയൊക്കെ ഫോട്ടോ വെച്ചുകൊണ്ടാണ് ചെയ്തിരുന്നത്.